നമസ്കാരം. നമ്മുടെ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം ഈ വൈശാഖ മാസത്തിൽ നടത്തി വരുന്ന ശ്രീ ശങ്കര ദർശനം എന്ന വെബിനാർ സീരീസിന്റെ 24ാം ദിനമായ ഇന്ന് നമ്മളോട് ധന്യാഷ്ടകം എന്ന വിഷയത്തെ പറ്റി സംബന്ധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബ്രഹ്മശ്രീ ഭവദാസൻ നമ്പൂതിരി അവറുകളാണ്. അദ്ദേഹം കാലടി സർവകലാശാല കാലടി ശ്രീശങ്കര കോളേജിലെ വേദാന്തം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസറും കൂടിയാണ്. അപ്പൊ ഇന്ന് ഈ സംവാദം കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഒരു TVSRC പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി എന്റെ വാചകസത്ത് കേൾക്കാനല്ല, എല്ലാവരും ഭവദാസേട്ടന്റെ പ്രൗഢഗംഭീരമായ ഭാഷണത്തിലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ളതാണ് എന്നറിയാം. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാതെ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ നല്ല രീതിയിൽ പ്രാർത്ഥന ചൊല്ലിയ കൈതപ്രം ദേശത്തെ കുമാരി ഈശ്വരിക്കുട്ടിയെ ഇവിടെ വേദിയിലേക്ക്, നമ്മുടെ ഓൺലൈൻ വേദിയിലേക്ക് പ്രാർത്ഥന ചൊല്ലുന്നതിനെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മൂളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. നമ്പൂതിരി അവരുടെ സ്വാഗതം ചെയ്യുന്നതിനായി വേദിയേക്ക് ക്ഷണിക്കുന്നു. പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈശാഖ മാസ പരിപാടിയായി ശങ്കരദർശനം വെബിനാർ ഇന്ന് ധന്യാഷ്ടകം എന്ന വിഷയത്തിൽ നമ്മളോട് സംവദിക്കുന്ന ബ്രഹ്മശ്രീ വെൺമണി ഭവദാസൻ നമ്പൂതിരി. അദ്ദേഹം കാലടി ശ്രീശങ്കര കോളേജിലെ വേദാന്ത വിഭാഗം പ്രൊഫസറാണ്. ഭാഗവതം, നാരായണീയം സപ്താഹങ്ങളും അനേകം പ്രഭാഷണ പരമ്പരകളും നടത്തി വന്നിട്ടുള്ള അദ്ദേഹം വെൺമണി കവിതകളുടെ തുടർച്ചയായി സ്വന്തമായി കവിതാ രചനയും നടത്തി വരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷണം സനാതന ധർമ്മത്തിന് അത് നിലനിൽക്കുന്നതിനും അതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി വളരെയധികം സംഭാവന നൽകുന്നുണ്ട്. ഇദ്ദേഹത്തെ ബ്രഹ്മശ്രീ വെൺമണി ഭവദാസൻ നമ്പൂതിരിയെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രീരാമേട്ടൻ, വൈശ്രവണത്ത് നാരായണേട്ടൻ, ചൊവ്വല്ലൂർ പ്രസാദ്, പ്രാർത്ഥന ചൊല്ലി ഈശ്വരി, നമ്മളുടെ ബഹുമാന്യനായ ശ്രോതാക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേദി സമ്പുഷ്ടമാക്കാൻ ബ്രഹ്മശ്രീ ഭവദാസൻ നമ്പൂതിരിയെ അവരുടെ സ്വാഗതം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർദ്ധാവിവ സംപൃക്തൗ വാഗർദ്ധപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ പറഞ്ഞു വച്ചതായ ധന്യാഷ്ടകം എന്ന ആചാര്യസ്വാമികളുടെ കൃതിയുടെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. നേരത്തെ പറഞ്ഞു 8 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിലെ 2 ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു.
ആരാണ് ധന്യൻ എന്നുള്ളതായ ആ ആശങ്കയെ മുൻനിർത്തിക്കൊണ്ട്, ആ സംശയത്തെ അറിയാനുള്ള ജിജ്ഞാസയെ മുൻനിർത്തിക്കൊണ്ട് ധന്യത എന്താണ് എന്ന് സമഗ്രമായി വ്യാഖ്യാനിക്കുന്ന 8 ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ആചാര്യസ്വാമികളുടെ ധന്യാഷ്ടകം എന്നുള്ളതായ കൃതി. അതില് 2 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. വിഷയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, വിഷയങ്ങളാകുന്ന ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ട് പരമാത്മജ്ഞാനത്തില് ആരാണോ ആഴുന്നത് അവനാണ് ഈ ലോകത്തില് ഏറ്റവും സൗഭാഗ്യമുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ആത്മജ്ഞാനത്തിലേക്ക് കുതിക്കാൻ എല്ലാവർക്കും പറ്റൂ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് ആത്മജ്ഞാനം കൈ നീർത്തിയാൽ കിട്ടുന്ന രീതിയിൽ എളുപ്പമായിട്ടുള്ളതൊന്നും അല്ല. അതാണ് ആചാര്യസ്വാമികള് വിവേക ചൂടാമണിയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എടുത്തു പറയുന്നുണ്ട്, ദുർലഭം ത്രയമേവേതത്. ഈ ലോകത്തില് 3 കാര്യങ്ങള് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. 1 മനുഷ്യനാവുക, 2 മുമുക്ഷ ഉണ്ടാവുക, മോക്ഷേച്ഛ ഉണ്ടാവുക. ആ മോക്ഷേച്ഛ ഉണ്ടായാൽ മാത്രം പോരാ, മഹാപുരുഷന്മാരെ ആശ്രയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ശ്രമവും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. കഥകളി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം വച്ചുകൊണ്ട് അവിടെ കഥകളിയുടെ മുമ്പിൽ പോയി ഇരുന്നു, ഒന്നും മനസ്സിലാവണില്ല. തൊട്ടപ്പുറത്ത് അറിവുള്ള ആൾക്കാര് ആ രസമായിട്ട് പറയുന്നുണ്ട്, എന്നാൽ അവരോട് പോയി ചോദിക്കണില്ല, എന്താണിത്, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരൂ എന്ന് മോഹണ്ട. പക്ഷേ എങ്ങനെയാ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഇത് തന്നെയാണ് അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാവുക, അത് ആസ്വദിക്കാനുള്ളതായ ആ മോഹം ഉള്ളിലുണ്ടാവുക, അങ്ങനെ മനുഷ്യനായിട്ട് മുമ്പിൽ ചെന്നിരിക്കുക, അത് പറഞ്ഞു തരാൻ പറ്റിയതായ ഗുരുക്കന്മാരെ ആശ്രയിക്കുക. ആ മഹാപുരുഷ സംശ്രയം എന്നുള്ളതായ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ വിട്ടുടൻ വീണു നമിക്കണം എന്ന ആ ബോധം അകന്ന് ജീവിക്കുന്നവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ആ ധന്യതയുടെ പൂർണ്ണത ആസ്വദിക്കാൻ പറ്റണില്ല, താൽക്കാലികമായിട്ടുള്ള സുഖമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോ ആ ധന്യതയിലേക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എടുത്തു പറയണു, പോണെന്ന് മോഹമുണ്ട്, പക്ഷേ ഭാര്യയും കുട്ടികളെയും ബന്ധുക്കളെയും എല്ലാം വിട്ടിട്ട് എങ്ങനെയാ സന്യസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. അവനവനോട്, അവനവന്റെ കുടുംബത്തോട്, അവനവന്റെ ഭാര്യയോട്, ബന്ധുക്കളോട്, സ്ഥാനമാനങ്ങളോട് ഉള്ള ഈ ആഗ്രഹം നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുകയാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് മുക്തിപദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇതാണ് ആചാര്യസ്വാമികള് 3ാമത്തെ ശ്ലോകത്തില് എടുത്തു പറയണത്. ത്യക്ത്വാ ഗൃഹേ രതിം അധോഗതി ഹേതുഭൂതാം ആത്മേച്ഛയൗപനിഷദർത്ഥരസം പിബന്ദ വീതസ്പൃഹാഃ വിഷയഭോഗപതേ വിരക്താഃ ധന്യാശ്ചരന്തി വിജനേഷു വിരക്തസംഗാഃ. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയണു, ത്യക്ത്വാ ഗൃഹേ രതിം, ഗൃഹത്തിലുള്ളതായ രതിയെ, ആഗ്രഹത്തെ, മോഹത്തെ, മഹാമോഹത്തെ അത് ഉപേക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചിട്ട്, അപ്പൊ എന്തിനാ രതിയെ ഉപേക്ഷിക്കണത് എന്നുള്ളതായ ഒരു സംശയം. രതി സർവത്ര, രതി പറഞ്ഞ ആനന്ദമല്ലേ, ആ ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും പ്രവർത്തിക്കണത്. അപ്പൊ ആ ഗൃഹത്തിലുള്ള രതി എന്തിനാണ് ഉപേക്ഷിക്കണത് എന്ന് ചോദിച്ചാൽ, ഈ രതി നമുക്ക് വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ളതല്ല, പിന്നെയോ തളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതാണ്. അതാണ് അതിന്റെ വിശേഷണം അവിടെ എടുത്ത് പറയണത്. അധോഗതി ഹേതുഭൂതാം,
നമ്മളെ ഉയരത്തിലേക്കല്ല ഈ ബന്ധം കൊണ്ടുപോകുന്നത്, ഈ ആഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത് അധോഗതിയിലേക്കാണ്. അധോഗതിക്ക് കാരണമാകുന്നതായ ആ രതിയെ, ഗൃഹത്തോടുള്ളതായ രതിയെ ഉപേക്ഷിച്ചിട്ട് പിന്നെന്തു വേണം? ആത്മേച്ഛയ ഉപനിഷദാർത്ഥരസം പിബന്ധ. എവിടെങ്കിലും ആശ്രയില്ലാതെ കണ്ട് നിലനിൽക്കാൻ പറ്റില്ല. ഗൃഹത്തിലുള്ളതായ ആഗ്രഹം മാറ്റിവെച്ചു. ഇപ്പൊ മനസ്സ് ചോദിക്കുക, പിന്നെ ഞാനിപ്പോ എവിടെ ഇരിക്കണ്ടേ, എന്തിനോടാ ചേരേണ്ടത് എന്ന് ചോദിച്ചാൽ ഔപനിഷദാർത്ഥരസം, ഉപനിഷത്തുകളിൽ പറയുന്നതായ അർത്ഥത്തെ, വിഷയത്തെ നീ വേണ്ടും വണ്ണം പാനം ചെയ്തോളൂ. ഉപനിഷത്തുകളിൽ പറയുന്നതായ ആ ബ്രഹ്മതത്വത്തെ, ആത്മതത്വത്തെ വേണ്ടും വണ്ണം നീ പാനം ചെയ്തോളൂ. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ട്. കോഹം, കുതോഹം, കസ്മാദഹം എന്നുള്ളതായ ചോദ്യങ്ങളോട് കൂടിയിട്ടാണ് ഒരു ഗുരുവിന്റെ അടുക്കിലേക്ക് ചെല്ലണത് എന്ന് ആചാര്യസ്വാമികളൊക്കെ എടുത്ത് പറയണ്ട. ആരാണ് ഞാൻ? എവിടെ നിന്നാണ് വന്നത്? എങ്ങടാ പോകുന്നത്? എൻ്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് ഉപനിഷത്തിലാണ്. അപ്പൊ ആ ഉപനിഷദാർത്ഥരസം പിബന്ധ, ഉപനിഷത്തിൽ പറഞ്ഞതായ ആ രസത്തെ വേണ്ടും വണ്ണം ഹേ രസികാഹ, ഹേ ഭാവുകാഹ മുഹു മുഹു പിബത, കുടിക്കൂ കുടിക്കൂ എന്ന് ഭാഗവതം പറഞ്ഞതുപോലെ ആത്മരസത്തെ പാനം ചെയ്യൂ. അങ്ങനെ പാനം ചെയ്യുമ്പോ ചെന്ന് എടുക്കുക, കുടിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവത്തില് ലേശൊരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. ആ ഉപനിഷദാർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നതായ മനസ്സില് ആഗ്രഹങ്ങളെ ക്രമേണ ഇല്ലാണ്ടിയാവണം. അപ്പോ അത് ഞാൻ ഉയർന്നത്, ഇത് താഴ്ന്നത്, ഇത് നല്ലത്, ഇത് ചീത്ത എന്നുള്ള ആ ഭേദബുദ്ധി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അതിന് ആത്മരസം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ട ചില അധികാരിത്വം, ചില നിഷ്കർഷകൾ അവിടെ എടുത്തു പറഞ്ഞത്. വീതസ്പൃഹാഹ, സ്പൃഹ ആഗ്രഹം, ആഗ്രഹങ്ങളെ ഇല്ലാതെ കണ്ടാക്കിയവര്. വിഷയഭോഗപദേ വിരക്താഹ, വിഷയങ്ങളാകുന്ന ഭോഗങ്ങള്, ഭുജിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, കൊണ്ടും കേട്ടും കണ്ടും അനുഭവിച്ചു നടക്കുന്നതായ ഈ ഭോഗങ്ങളില് ഒന്നും ആസക്തി ഇല്ലാത്തവര്, വിരക്തന്മാര്, അതിലെല്ലാം വൈരാഗ്യം വന്നവര്. അങ്ങനെയായി തീർന്നാൽ മാത്രമാണ് ഈ ഉപനിഷത്തിന്റെ അർത്ഥത്തെ വേണ്ടും വണ്ണം പാനം ചെയ്യാൻ സാധിക്കുക. വയറ് നല്ലോണം നിറഞ്ഞിരിക്കുമ്പോഴാണ്, ഇനി പറ്റില്ല, ആ കണ്ഠം വരെ എത്തിക്കഴിഞ്ഞു, അപ്പോഴാണ് ഒരാള് പായസം കൊണ്ട് ഉഴമണത്. പായസം ഉഴമ്പിയിട്ട് എങ്ങനെയുണ്ട് പായസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വാദ്, അത് വിശക്കുന്നവനെ ഭക്ഷണത്തിന്റെ സ്വാദ് അറിയുള്ളൂ. ഈ കഴുത്തു വരെ നിറഞ്ഞ വയറ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ പായസത്തിന്റെ സ്വാദ് എത്ര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റും? പണ്ടൊരാള് പറഞ്ഞില്ലേ, എന്താ ചോറ് നല്ലോണം കുഴഞ്ഞിട്ടുണ്ട്, കൂട്ടാന് ലേശം ഉപ്പ് കൂടിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം കുറ്റം പറഞ്ഞപ്പോ ഈ രസികൻ പറഞ്ഞു, നല്ലോണം കുഴഞ്ഞ ചോറിന് ഇത്തിരി ഉപ്പ് കൂടിയ കൂട്ടാനാണ് നല്ലത്, അതുകൊണ്ട് രസമായി ഊണ് എന്ന്. അപ്പോ ഈ വിഭവങ്ങളെ തനിക്ക് അനുകൂലമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന തരത്തില് വിഷയഭോഗപദേ വിരക്താഹ, ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തില് ഇറങ്ങി പുറപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം മറ്റെല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിമറിച്ച അവനവനിലേക്ക് കുതിക്കുന്നതായ ആ സാധകൻ ഈ ലോകത്തില് ധന്യനാണ്. ആർക്കാണോ ഉപനിഷത്തിൽ പറഞ്ഞതായ അർത്ഥത്തെ നേടിയെടുക്കാനുള്ള മോഹമുള്ളത്, വിഷയങ്ങളോടുള്ളതായ വൈരാഗ്യം ആർക്കാണോ ഉണ്ടായത്, ഭേദബുദ്ധികൾ ആർക്കാണോ അസ്തമിച്ചത്, അവൻ ഈ ലോകത്തില് ധന്യനാണ്. ധന്യാശ്ചരന്തി വിജനേഷു വിരക്ത സംഘാഹ, അവൻ ആരുമില്ലാതെ കണ്ട ഏകാന്തത്തില് എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് ലോകത്തില് സഞ്ചരിക്കണു, ഒറ്റയ്ക്ക് ഈ ലോകത്തില് സഞ്ചരിക്കണു എന്നുള്ളത് കാണിച്ചു തരികയാണ് മൂന്നാമത്തെ ശ്ലോകത്തില്. അപ്പോ അതില് ധന്യതയിലേക്കുള്ള 2 പടികള്. ഒന്ന് പറഞ്ഞു ആഗ്രഹങ്ങൾ ഒഴിവാക്കുക, അതാണ് വീതസ്പൃഹാഹ. ഇനി അടുത്ത ഒരു
വിശേഷണം എടുത്തു പറയുന്നു. വിഷയഭോഗപദേ വിരക്താഹ. വിഷയങ്ങളാകുന്ന ഭോഗങ്ങള് പതേ പതേ അടിവച്ച് നമ്മുടെ അടുക്കല ഇതാ കാത്തു നിൽക്കുകയാണ്. ഇതിനോടൊന്നും ആസക്തി ഇല്ലാതെ കണ്ട ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോഴാണ് ആ അമ്പലത്തിന്റെ അവിടെ നിൽക്കുമ്പോ ഇപ്പുറത്ത് കുറെ ബന്ധുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ നോക്കുകയാണോ വേണ്ടത്, ഗുരുവായൂരപ്പനെയാണോ? നമ്മൾ സ്വതവേ തൊട്ടപ്പുറത്തുള്ള ബന്ധുക്കളെയൊക്കെ നോക്കും. അങ്ങനെ വർത്തമാനം പറഞ്ഞ ഗുരുവായൂരപ്പനെ കാണാണ്ട് അപ്പുറത്തേക്ക് എത്തും. പക്ഷേ ആരാണോ വിഷയഭോഗപദേ വിരക്താഹ വീതസ്പൃഹാഹ, ആരാണ് ഞാൻ ഇവിടെ വന്നത് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയാണ്, മറ്റൊന്നും ഇതെല്ലാം കഴിഞ്ഞിട്ടാവാം, ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവനയിൽ ആരാണോ ഗുരുവായൂരപ്പനെ കാണുന്നത് തേ ധന്യാഹ. ഇതേപോലെ വിഷയങ്ങളെല്ലാം മാറ്റിമറിച്ച ആ ആത്മാനുഭവത്തില് രസിക്കാൻ ആരാണോ സാധിക്കുന്നത് അവൻ ധന്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. നാലാമത്തെ ശ്ലോകം പറയണു, ത്യക്ത്വാ മമാഹമിതി ബന്ധകരേ പദേ ദ്വേ മാനാവമാനസദൃശാഹ സമദർശിനശ്ച കർത്താരമന്യമവഗമ്യ തദർപ്പിതാനി കുർവന്തി കർമ്മ പരിപാകഫലാനി ധന്യാഹ. ഇതേ ധന്യാഹ, ഇവരാണ് ധന്യന്മാര്. അവര് ചെയ്യണു എന്താ? കർമ്മ പരിപാകഫലാനി കുർവന്തി. കർമ്മം ചെയ്യുന്നുണ്ട്, ആ കർമ്മത്തിന്റെ ഫലം ഇതാ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നതും ഈ ധന്യന്മാര് ചെയ്യുന്നതുമായ പ്രവൃത്തികളില് ലേശം വ്യത്യാസമുണ്ട്. ഇപ്പൊ സജ്ജനങ്ങൾ ആരാണ്, ധന്യന്മാര് ആരാണ് എന്നുള്ള ആ ചോദ്യത്തിന് ധന്യന്മാരെയും നമ്മളെയും ഇങ്ങനെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ധന്യന്മാർക്ക് എന്തുണ്ട്? ത്യക്ത്വാ മമാഹമിതി ബന്ധകരേ പദേ ദ്വേ. അവർക്ക് ബന്ധനത്തിന് കാരണമാകുന്ന രണ്ട് പദങ്ങള് ഇല്ല എന്നുള്ളത്. ഏതാണ് ആ ബന്ധനത്തിന് കാരണമാകുന്ന രണ്ട് പദങ്ങള്? ഒന്ന് ഞാൻ, ഒന്ന് എൻ്റെ എന്നുള്ളത്. ത്യക്ത്വാ മമ അഹമിതി, ഞാനെന്നും എന്റേതെന്നും എന്നുള്ള ഈ രണ്ട് ചിന്തകളാണ് എല്ലാ ബന്ധനങ്ങൾക്കും മൂലകാരണമായിട്ടുള്ളത്. ഞാൻ എന്ന് പറയുമ്പോ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. എൻ്റെ എന്ന് പറയുമ്പോ അത് മമതയുടെ ലക്ഷണമാണ്. അപ്പോ ഞാനും എന്റെയും ഈ ജീവിതത്തില് ലോകത്തിലെ ഏത് വസ്തുക്കളോടും കൂട്ടിച്ചേർത്ത് ഈ മമത നമ്മൾ വച്ചു പുലർത്തി അതിൽ നിന്ന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പക്ഷെ സുഖം ഉണ്ടാവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവണില്ല എന്ന് മാത്രല്ല, ഈ ആസക്തി ക്രമേണ അടുപ്പം കൂടുന്തോറും ഭയപ്പാടും നമുക്ക് കൂടുന്നുണ്ട്. പണ്ട് ആരോ പറഞ്ഞില്ലേ, എന്താ ഒരു പുത്രൻ ഉണ്ടാവുമ്പോ നമ്മുടെ ഉള്ളില് ഉണ്ടാകുന്ന വികാരം എന്താ എന്ന് ചോദിച്ചാൽ ഭയമാണ്. കാരണം ഗർഭം ഉണ്ടാവൂ എന്നുള്ള പേടി, അത് നേരിയാവൂ എന്നുള്ള പേടി, നന്നായിട്ട് പുറത്തേക്ക് വരൂ എന്നുള്ളതായ പേടി, നന്നാവൂ എന്നുള്ളതായ പേടി, ഈ പേടിയാണ് ഈ ഉണ്ണികളില്, പുത്രന്മാരിലും പുത്രിമാരിലും നമുക്കുള്ളത് ഈ പേടിയാണ്. അപ്പോ ഈ അമിതമായ അല്ലെങ്കിൽ ഈ മമത, അഹങ്കാരം, ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് ഭയപ്പാടാണ്. ഭർതൃഹരി തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞുല്ലോ, എന്താണ്? ഭോഗേ രോഗഭയം. വിഷയങ്ങൾ അനുഭവിക്കുമ്പോ ഇത് കഴിച്ചാൽ ഇനി രോഗം വല്ലതും ഉണ്ടാവുമോ എന്നുള്ളതായ പേടി. അങ്ങനെ വർണ്ണിച്ചിട്ട് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, വൈരാഗ്യമേവാഭയം. ഏറ്റവും വലിയ അഭയപദം എന്നുള്ളത് വൈരാഗ്യമാണ്, ഒന്നിനോടും ആഗ്രഹമില്ലായ്മയാണ്. അപ്പോൾ ഞാനെന്നും എന്റേതെന്നുമുള്ള ബന്ധനത്തിന് കാരണമായ ആ രണ്ട് പദങ്ങളെ ഉപേക്ഷിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് ഈ ജീവിതത്തില് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുക. മറ്റെല്ലാം ബന്ധനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ബന്ധനമാണ്. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പണ്ട് ഏതോ മഹാകവി പാടിയതുപോലെ ഞാനെന്നും എന്റേതെന്നുള്ള ചിന്തകള് നമുക്കുണ്ടാക്കുന്നത് ബന്ധനമാണ്. അത് ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അവിടെയാണ് സ്വാതന്ത്ര്യം എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആ സ്വാതന്ത്ര്യത്തില് നമുക്ക്
എത്തിച്ചേരാൻ സാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അതിൽ നിന്നുണ്ടാകുന്നതായ ഫലങ്ങളില് ഒട്ടും ബന്ധിക്കാതെ കണ്ട നിൽക്കുന്നു. അതാണ് ആ ഫലങ്ങളിലുള്ളതായ ആസക്തിയില്ലായ. അതാണ് പിന്നത്തെ പദം എടുത്ത് പറയണത്. മാനാപമാന സദൃശാഹ. മാനത്തെയും അപമാനത്തെയും ഒരേപോലെ കണക്കാക്കുന്നവര്. സമദർശിനശ്ച. സമദർശികളായിട്ടുള്ളവര്. മാനത്തെയും അഭിമാനത്തെയും അതേപോലെ എന്താ പറയാ അപമാനത്തെയും. ഒരാള് നന്നായി കേമായുണ്ട് പ്രസംഗമൊക്കെ എന്ന് ഒരാൾ പറയുമ്പോ അപ്പുറത്ത് ഒരാൾ പറയാം മോശമായി ശീമയായിട്ടോ എന്ന് പറഞ്ഞ എന്താ ചീത്ത പറയുമ്പോ അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് പറയുമ്പോ നന്നായി എന്ന് പറഞ്ഞ ആളോട് ഒരു ഇഷ്ടവും ചീത്തയായി എന്നുള്ള പറഞ്ഞ ആളോട് ഒരു അനിഷ്ടവും നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു. അതല്ല, മാനത്തിലും അപമാനത്തിലും ഭേദബുദ്ധിയോട് കൂടിയിരിക്കുന്നവരാണ് നമ്മള്. എന്നാൽ ഒരു ധന്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, ആത്മജ്ഞാനം ഉറച്ചതായ വ്യക്തിക്ക് ഈ സമഭാവനയാണ്. സമദർശിനശ്ച. തന്നെ കുറിച്ച് മോശം പറയുന്ന ആളോടും തന്നെ കുറിച്ച് നന്നായി എന്ന് പറയുന്ന ആളോടും ഒരേപോലെ കണക്കാക്കാൻ സാധിക്കുന്നവനാണ് ആ സമത്വഭാവനയുള്ള ആത്മജ്ഞാനി. എല്ലാം ഒരേപോലെ കണക്കാക്കുന്നു. പോരാ, എന്താ അതിന് കാരണച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ഉറച്ച ബോധമുണ്ട്. ഞാൻ ചെയ്യണു, ഇത് എന്റെ കേമത്വമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അഹങ്കാരം ഉണ്ടാവുന്നുണ്ട്. ആ അഹങ്കാരത്തിന് പുറമെ ഞാൻ കേമനാണ് എന്നുള്ളതായ ആ ബോധത്തോടൊപ്പം എന്റെ സ്ഥാനമാനങ്ങൾ, ഞാൻ പ്രശംസിക്കപ്പെടേണ്ടവനാണ്, ഞാൻ പ്രസിദ്ധനാണ് എന്നുള്ള എന്റെ മഹത്വവും മമതയോടുകൂടി ഒപ്പം നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആ രണ്ട് സാധനങ്ങള്, അതായത് ഞാനെന്നും എന്റേതെന്നും ഉള്ളതായ അഹങ്കാരവും മമതയും ഉപേക്ഷിച്ചവര്, ആ വ്യക്തികളാണ് ധന്യന്മാര്. അവര് നിരീക്കണത് ഇതൊന്നും താൻ ചെയ്യണതല്ല. പിന്നെയോ ഇതെല്ലാം ഈശ്വരന്റെ നിർദ്ദേശം അനുസരിച്ച് ഈശ്വരൻ തന്നെ ചെയ്യിക്കണതാണ്. കർത്താരമന്യമവഗമ്യ. ഇതാരാ ചെയ്യണത്? താൻ എന്ന അഹങ്കാരം വയ്ക്കുമ്പോ, ആ ഫലത്തിൽ ആഗ്രഹം ഉണ്ടാവുമ്പോ അത് ബന്ധനത്തിന് കാരണമായിട്ട് മാറുന്നു. ഗീതയില് പറയുന്നുണ്ട്, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭോ മാ തേ സംഗോസ്തു അകർമ്മണി എന്ന് പറഞ്ഞ് ഈ കർമ്മം ചെയ്യാണ്ടിരിക്കുകയല്ല വേണ്ടേ, കർമ്മം ചെയ്യണം, അതില് ആ ഫലത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ വർണ്ണിച്ചുകൊണ്ട് ആ കർമ്മത്തിന്റെ ലക്ഷണത്തെ കുറിച്ചിട്ട് ഗീതയിൽ എടുത്തു പറയുന്നു. യോഗ കർമ്മസു കൗശലം. കർമ്മത്തിലുള്ളതായ ആ കുശലതയാണ്, ആ ജോലി ചെയ്യുമ്പോൾ ഉള്ളതായ ആ മിടുക്കാണ് ഏറ്റവും പരമപ്രാധാന്യമായിട്ടുള്ളത്. അപ്പോ കർമ്മ ഫലത്തോടുള്ളതായ ആസക്തി വിട്ട് ഉത്തമമായ രീതിയിൽ ഈ കർമ്മത്തെ ചെയ്യാൻ സാധിക്കണം. ഇത് ആര് ചെയ്യുന്നു? ഞാനല്ല ഞാനല്ല ഇത് ചെയ്യണത്, ഇത് ഈശ്വരൻ തന്നെയാണ് ചെയ്യണത്. കർത്താരമന്യമവഗമ്യ. ആ കർത്തൃത്വ ബോധം പോയാൽ, ഫലത്തോടുള്ളതായ ആഗ്രഹവും പോയാൽ, ഇതാ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും യദ്യത് കർമ്മ കരോതി തത്തദഖിലം ശംഭോ തവാരാധനം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തതസ്തുതേ. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ ഈ കർമ്മത്തോടും കർമ്മഫലത്തോടുമുള്ളതായ ആസക്തികളെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണു. ആരാണ് കർത്താവ്? പരമ്പൊരുളായിട്ടുള്ള ഈശ്വരനാണ് കർത്താവായിട്ടുള്ളത്. തന്മൂലം കർമ്മഫലത്തിലുള്ളതായ ആസക്തികളെ കളഞ്ഞ് സമഭാവനയോട് കൂടിയിട്ട്
ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നവൻ ആരാണോ അവനാണ് ധന്യനായിട്ടുള്ളത്. ശങ്കരാചാര്യസ്വാമികള് നമുക്ക് ഓരോരോ ശ്ലോകം കഴിഞ്ഞാൽ ആചാര്യസ്വാമികള് ഇതിന്ന് എന്താ പറഞ്ഞേ എന്ന് വേണച്ചാൽ ആചാര്യസ്വാമികളോട് ചോദിക്കുക. കുറെ കാര്യം പറയുമ്പോ ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാട്ടോ. ഇതിന്റെ എന്തെങ്കിലും സാരായിട്ടുള്ള എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്താണ്? 2 കാര്യം. എന്താ? അഹങ്കാരം കളയൂ. ആ അഹങ്കാരം കളഞ്ഞാൽ കർത്തൃത്വ ബോധം ഇല്ലാണ്ടിയാവും. കർത്തൃത്വ ബോധം ഇല്ലാണ്ടിയായാൽ ഫലാസക്തി ഇല്ലാണ്ടിയാവും. അപ്പൊ ആ അഹങ്കാരം കളഞ്ഞാൽ അതാണ് ധന്യതയുടെ അടുത്ത പടി എന്ന് അദ്ദേഹം 4-ാമത്തെ ശ്ലോകത്തില് കാണിച്ചു തരുന്നു. ഇനി 5-ാമത്തെ ശ്ലോകത്തില് വൈരാഗ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ത്യക്ത്വൈഷണത്രയം അപേക്ഷിത മോക്ഷമാർഗാഹ ഭൈക്ഷാമൃതേന പരികൽപ്പിത ദേഹയാത്ര ജ്യോതി പരാത്പരതരം പരമാത്മസംജ്ഞം ധന്യാദ്വിജാരഹസ്യ ഹൃദ്യവലോകയന്തി. ഈ ലോകത്തോടുള്ളതായ വിഷയങ്ങളോടുള്ളതായ ആഗ്രഹങ്ങൾ എത്ര തീവ്രമാണ് നമുക്ക് കാണിച്ചു തരികയാണ്. ഏഷണകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തി എന്നാണ് അവിടെ അർത്ഥം പറയണത്. ഈ ആസക്തികള് നമ്മളെ നല്ലോണം പിടിച്ച് ബന്ധിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ നമ്മളെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ആസക്തികള് എന്ന് ചോദിച്ചാൽ പുത്രൈഷണ, വിത്തൈഷണ, ദാരൈഷണ എന്നുള്ളതൊക്കെയാണ് 3 ഏഷണകള്. പുത്രൻ, എനിക്ക് ഒരു ഉണ്ണി ഉണ്ടായി കണ്ടിട്ട് വേൾപ്പിച്ച്, അതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടിട്ട് വേൾപ്പിച്ച് തൻ്റെ വംശത്തോടുള്ളതായ ആ കുടുംബത്തോട്, ആ പാരമ്പര്യത്തോട്, കുലത്തോട്, ഗോത്രത്തോടൊക്കെ ഉള്ളതായ എന്തെന്നില്ലാത്തതായ ഒരു അഭിമാനം, ആ ആസക്തിയെയാണ് പുത്രൈഷണ എന്ന് പറയുന്നത്. എൻ്റെ ആ ബന്ധങ്ങളോടുള്ളതായ ആസക്തി, വംശത്തോടുള്ളതായ ആ ആസക്തി, അതിനെയാണ് പുത്രൈഷണ എന്ന് പറയുന്നത്. അല്ലാണ്ട് പുത്രനോട് മാത്രമല്ല, ആ ബന്ധുക്കളോടുള്ളതായ ഏഷണ. 2-ാമത്തത് സമ്പത്തിനോടുള്ളതായ മോഹം, അതാണ് വിത്തൈഷണ എന്നുള്ളത്. 3-ാമത്തത് പ്രശസ്തിയോട്, അംഗീകാരത്തോടുള്ളതായ ഒരു ആഗ്രഹം, ഇതാണ് ലോകൈഷണ എന്നുള്ളത്. ഈ പറഞ്ഞ 3 ഏഷണകളും അത്യാസക്തികള്. ഇതിനെ അതിജീവിച്ചാൽ സംശയമില്ല മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോ ത്യക്ത്വാ ഏഷണത്രയം, ഈ ഏഷണത്രയങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കണം. പിന്നെയോ അപേക്ഷിതമോക്ഷമാർഗ, അന്വേഷിക്കണം. എന്താ? നല്ലോണം മോക്ഷം എവിടെ നിന്നാണ് കിട്ടുന്നത്, മുക്തി എവിടെ നിന്നാണ്, കഥം മുക്തിർ ഭവിഷ്യതി, എവിടെ നിന്നാ മുക്തി ഉണ്ടാവുക എന്ന് അന്വേഷിച്ച് നടന്നു. സന്യാസേ സർവഥാ സുഖം. ഇത് നമുക്ക് പറയണത് നമ്മുടെ സങ്കല്പം നേരിയായ എന്തിലും നമുക്ക് സുഖം കണ്ടാൻ പറ്റും. ഭാഗവതത്തില് ഒരു ദിക്കില് ചോദിക്കുന്നുണ്ട്, ഉണ്ണി ഉണ്ടാവുമ്പോഴാണോ സുഖം, ഉണ്ണി ഇല്ലാത്തപ്പോഴാണോ സുഖം? അപ്പൊ പറയണു, കുട്ടികൾ ഇല്ലാണ്ട് ആവുമ്പോഴാണോ, കുട്ടികൾ ഉണ്ടാവുമ്പോഴാണോ, കുട്ടികൾ ഇല്ലാത്തപ്പോഴാണോ സുഖം എന്ന് ചോദിച്ചാൽ കുട്ടികൾ ഉള്ളപ്പോഴും സുഖമാണ്, കുട്ടികൾ ഇല്ലാത്തപ്പോഴും സുഖമാണ്. ഇത് 2 അവസ്ഥയും 2 വ്യക്തികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാളോട് പറയണു സന്യാസേ സർവഥാ സുഖം. ആചാര്യസ്വാമികളോട് അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസരോട് ശിഷ്യൻ ചോദിക്കണു, ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ സേവിക്കരുതേ? ഓ ആവാലോ. മറ്റൊരാൾ ചോദിച്ചു, ഗൃഹം വിടണോ ഈ ഈശ്വര സേവയ്ക്ക്? വേണം. 2 പേരുടെ 2 അഭിപ്രായം പറഞ്ഞു. കാരണം അവരുടെ ചോദ്യങ്ങൾ വ്യത്യസ്തമാകുന്നു. ഇതേപോലെ ആ അധികാരിത്വം അനുസരിച്ച് ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളും ആചാര്യന്മാരെ പല രീതിയിലാണ് വർണ്ണിച്ചു തരുന്നത്. അങ്ങനെ സന്യാസത്തിലാണ് സർവഥാ സുഖം എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിറങ്ങി ഭൈക്ഷാമൃതേന പരികൽപ്പിത ദേഹയാത്ര. അങ്ങനെ ലോകത്തിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷ എടുക്കണം. ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് സന്യാസിമാരെ കുറെ തരത്തില് 4 തരത്തിൽ അവിടെ എടുത്തു പറയേണ്ട അവധൂതന്മാരെയൊക്കെ താഴെ വീണ് കിടക്കുന്നതായിട്ടുള്ള ആ നെൽമണികളെ പറക്കി അത് കുത്തി അതുകൊണ്ട് കഴിക്കണ ആൾക്കാര് ഭിക്ഷ എടുത്ത്. അപ്പൊ ഈ ഭിക്ഷ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ
അവിടെ ഒരു മഹാഭാരതത്തില് താൻ ഭിക്ഷയ്ക്ക് ചെന്നപ്പോ ഒരു പതിവ്രതയായ അമ്മ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ എന്റെ കേമത്തം ഞാൻ നോക്കിയപ്പോ ആ പക്ഷി കരിഞ്ഞതാണ്, എന്റെ കേമത്തം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തന്നെ കാത്തു നിർത്തിയത് എന്ന് ചിന്തിച്ചതായ ഒരു ബ്രഹ്മചാരി. ആ ബ്രഹ്മചാരിയോട് ഈ അമ്മ പറഞ്ഞു, അച്ഛനമ്മമാരെ നോക്കാണ്ട് കാട്ടില് പോയി ധ്യാനിച്ചത് കൊണ്ടൊന്നും ഈ വലിയ കേമത്വം ഒന്നും ഉണ്ടാവില്ല. ഉള്ള സമയത്ത് വേണ്ട രീതിയിൽ പരിചരിക്കുകയാണ്, അച്ഛനമ്മമാരെ നോക്കുകയാണ് വേണ്ടത്. എന്റെ ധർമ്മം ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവിന് ഉളമ്പി കൊടുത്തിട്ട് വന്നിട്ട് അങ്ങക്ക് ധർമ്മം തരാം എന്ന് പറഞ്ഞ ആ പാതിവ്രത്യത്തിന്റെ മകുടോദാഹരണമായ ഒരു അമ്മയിലൂടെ ധർമ്മത്തെ കാണിച്ചു തരേണ്ട വേദവ്യാസം. അപ്പോ ഇവിടെ പറയണു, ഈ ഭിക്ഷ എടുക്കാൻ വേണ്ടി പോകുമ്പോ അതെന്താണ്, ലേശം നമ്മുടെ അഭിമാനം അവിടെ ഇല്ലാണ്ടിയാകുന്നു. ഭിക്ഷ എടുക്കുമ്പോ നമുക്ക് നശിക്കണത് നമ്മുടെ അഭിമാനമാണ്. ഭൈക്ഷ്യാമൃതേന, എന്തെങ്കിലും വേണേ എന്ന് പറഞ്ഞ കൈ നീട്ടാൻ പഠിച്ചാൽ അവിടെ തീരും നമ്മുടെ അഹങ്കാരം, അഭിമാനം അവിടെ ഇല്ലാണ്ടിയാവും. അപ്പോ ഭിക്ഷാടന അവന് വേണ്ടത്, അവശ്യം വേണ്ടത് മാത്രം എടുത്ത് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതിൽ മാത്രം ആഗ്രഹം വച്ചുകൊണ്ട് ജ്യോതിപരാത്പരതരം പരമാത്മസംജ്ഞം ധന്യാദ്വിചാരഹസി ഹൃദ്യ അവലോകയന്തി. അങ്ങനെ ആഗ്രഹങ്ങളുടെ കടിഞ്ഞാണ് എന്താണ് പിടിക്കാതെ കണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ അശാന്തിയാണ് ഉണ്ടാവുക. ഇപ്പൊ ലളിതമായ ജീവനം അതുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള സാധന ഇതാ നമ്മളില് ഉറക്കണു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം ദുസാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ആത്മാവിനെ ഇതാ ജീവാത്മാവ് രഥത്തിൽ സഞ്ചരിക്കണു. മനസ്സാകുന്ന കടിഞ്ഞാൻ പിടിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെയും കൊണ്ട് നമ്മൾ പരമാത്മാവിലേക്ക് കുതിക്കുന്ന ഒരു രംഗം കഠോപനിഷത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ മനസ്സാകുന്ന കടിഞ്ഞാൻ കയ്യിൽ ബുദ്ധിയാകുന്ന സാരഥി പിടിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കുകയാണ്. അങ്ങനെ പോകുന്ന ആ ലക്ഷ്യം എങ്ങടാണ്? ജ്യോതി പരാത്പരതരം, ആ പരമമായ ചൈതന്യം. ഭട്ടതിരിപ്പാട് ദശകത്തിന്റെ ഏറ്റവും അവസാനം എന്താ പട്ടേരി കണ്ടേ എന്ന് ചോദിച്ചാൽ, അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലീലോഭനീയം. എന്തോ ഒരു വലിയ തേജസ്സിന്റെ പുഞ്ചം ഞാൻ കണ്ടു. എന്നിട്ടോ അതിന്റെ ഉള്ളില് ഇതാ ആ കാല് പിണച്ചു വച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിക്കുന്നതായ ഉണ്ണിക്കണ്ണനെ ഇതാ ഭട്ടതിരിപ്പാട് സിഞ്ചമേ കർണവീധി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ജ്യോതിസ് എന്ന് പറയുമ്പോ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതായ വസ്തുക്കളാണ്. ഈ ലോകത്തിന് ഏതാ പ്രകാശം എന്ന് ചോദിക്കുമ്പോ ആചാര്യസ്വാമികളുടെ തന്നെ ഒരു ഏകശ്ലോകി എന്ന് പറഞ്ഞ കിം ജ്യോതി തവ ഭാനുമാൻ അഹനി മേ രാത്രവും പ്രദീപാധികം. പകല് സൂര്യനാണ് വെളിച്ചം, ചന്ദ്രനിലെ രാത്രി ചന്ദ്രനും നക്ഷത്രങ്ങളും വിളക്കൊക്കെയാണ്. പിന്നെ കാണിച്ചു തരുന്നത് കണ്ണാണ്. അങ്ങനെ ഓരോന്നിനെ വർണ്ണിച്ച കണ്ണായ കണ്ണ്, കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറക്കളവിൽ ആനന്ദമെന്തു ഹരി നാരായണായ നമ എന്ന് പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ആ അകക്കണ്ണ് തുറന്നപ്പോ തൻ്റെ ഉള്ളില് പരാത്പരതരം പരമാത്മസംജ്ഞം ധന്യാദ്വിചാരഹസി ഹൃദ്യവലോകയന്തി. തൻ്റെ ഹൃദയത്തില് പുറത്ത് ഈശ്വര രൂപത്തില്, അകത്ത് ആ ഈശ്വര സ്വരൂപത്തില് നിൽക്കുന്നതായ, അകത്തും പുറത്തും ഈശ്വരനെ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നതായ ആ ആത്മജ്ഞാനികള് തേ ധന്യാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാമത്തെ ശ്ലോകം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ ആചാര്യസ്വാമികളോട് നമുക്ക് ചോദിക്കാം, ഈ 5ാമത്തെ ശ്ലോകത്തില് അങ്ങ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ആചാര്യസ്വാമികൾ ചിരിച്ചിട്ട് പറഞ്ഞു, നല്ലോണം തെളിഞ്ഞ് പ്രകാശിക്കണം എന്നുണ്ടെങ്കില് വിളക്കില് കരി തട്ടണം, കരി വരാണ്ടിരിക്കണം.
കരി വരാതെ കണ്ടിരുന്നാലാണ് ആ വിളക്കിന് നല്ലോണം പ്രകാശം ഉണ്ടാവുക. ഇതേപോലെ ആത്മപ്രകാശം നല്ലോണം ഉണ്ടാവണച്ചാൽ കരി പുരളാതെ കണ്ടിരിക്കണം. ആ കരി എന്താണ്? ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളാകുന്ന കരി കൺമഷി ബാധിക്കാതെ കണ്ടിരുന്നാൽ നമ്മുടെ ഈ ജീവിതം വളരെയധികം പ്രകാശിക്കും എന്ന് സൂചിപ്പിക്കാനാണ് പുത്രൈഷണയാകുന്ന, വിത്തൈഷണയാകുന്ന, ധാരേഷണയാകുന്ന മഷികളൊന്നും ബാധിക്കാതെ കണ്ട് ആഗ്രഹങ്ങളെ അടക്കിക്കൊണ്ട് ഈ ജീവിതം നിലനിർത്താൻ. എണ്ണ ഇല്ലാച്ച വിളക്ക് കെടും. അപ്പോ ഭൈക്ഷാമൃതേന പരികൽപ്പിത ദേവയാത്ര, ആ എണ്ണ എടുത്ത് തിരി കത്തി പ്രകാശിക്കുന്നത് പോലെ ഭിക്ഷാന്നത്തിലൂടെ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് ആ പരമ ജ്യോതിസിനെ ഹൃദയത്തില് ധ്യാനിച്ചുകൊണ്ട് ആരാണോ സഞ്ചരിക്കുന്നത്, അകത്തും പുറത്തും നിൽക്കുന്നതായ ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാണോ സഞ്ചരിക്കുന്നത്, അവനാണ് ധന്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാമത്തെ ശ്ലോകം അവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി 6ാമത്തെ ശ്ലോകം, അതാണ് നാസന്ന സന്ന സദസന്ന മഹന്ന ചാണു ന സ്ത്രീ പുമാൻ ന ച നപുംസകം ഏകബീജം യൈർബ്രഹ്മ തൽസമനുപാസിതമേകചിത്തൈഹി ധന്യാവിരേജു ഇതരേ ഭവപാശബദ്ധാഹ. എന്താണ് ഈശ്വരൻ? എന്താണ് ബ്രഹ്മം? ഇത് ചോദിക്കുകയാണ്. അങ്ങനെ ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിനാണോ ഒരു മാതാവിന്റെ വാത്സല്യത്തിനാണോ ശക്തി കൂടുക? പണ്ട് വേങ്ങേരിയേട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ്. വേങ്ങേരി ശ്രീധരേട്ടൻ അദ്ദേഹത്തിന്റെ വായനയുടെ ഇടയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഗുരുവായൂരപ്പന്റെ ഭക്ത വാത്സല്യത്തിനാണോ അമ്മയുടെ ഒരു വാത്സല്യത്തിനാണോ ശക്തി കൂടുക എന്നുള്ളത്? ഉത്തരം പറയാൻ പറ്റില്ല. കാരണം വാചാം അഗോചരമായിട്ടുള്ളതാണ്. ഈ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു കാന്താരി മുളക് കടിച്ചു. എത്രണ്ട എരിയുണ്ടാ? നല്ലോണണ്ട. ഈ നല്ലോണം എത്രണ്ട? അത് ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അനുഭവൈക വേദ്യം. അനുഭവൈക വേദ്യം ഇത് അനുഭവൈക വേദ്യമായിട്ടുള്ളതാണ്, വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അച്ഛന്റെ ആ ഒരു പുത്രന്മാരോടുള്ളതായ എന്താ പറയാ അവരെ രക്ഷിക്കുന്നതിലുള്ളതായ അദ്ദേഹത്തിന്റെ ഒരു വ്യഗ്രത, ഇതിനൊന്നും തത്തുല്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മത്തെ കാണാൻ വേണ്ടിയിട്ട് ലോകത്തില് ഗുരു പറഞ്ഞു, നീ കണ്ണു തുറന്നു നടന്നോളൂ, അപ്പൊ നിനക്ക് ആ ബ്രഹ്മത്തെ കാണാൻ പറ്റും. കണ്ണടച്ച് നടക്കുക, എന്നിട്ട് എവിടെയാണോ കണ്ണു തുറക്കണത് അതാ ആ നിന്റെ മുമ്പിൽ അപ്പോ ആ ബ്രഹ്മം ഈശ്വരൻ പ്രത്യക്ഷപ്പെടും. ഒരാള് കണ്ണടച്ച് നടന്നു, ഒരു മലയുടെ ചെരുവിൽ ചെന്ന് നിന്നു. അപ്പൊ വേറൊരു മലയാണ് കാണുന്നത്. മലയാകുന്ന ഈശ്വരായ നമ. അപ്പുറത്ത് വേറൊരാളുടെ മുമ്പിൽ പാമ്പാ പ്രത്യക്ഷപ്പെടുന്നത്. പാമ്പാകുന്ന ഈശ്വരനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ രണ്ടുപേരും കൂടി, ഒരാൾ പറഞ്ഞു എനിക്ക് മലയാണ് ഈശ്വരൻ എന്ന് ഗുരു പറഞ്ഞു തന്നു, മറ്റൊരാൾ പറഞ്ഞു പാമ്പാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തന്നു. വേറെ ചിലര് ചെല്ലുമ്പോഴോ അവർക്ക് എന്തെന്താണോ ഏത് വസ്തുക്കള് അതെല്ലാം ഈ ഈശ്വര സ്വരൂപം തന്നെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പണ്ട് ഭാഗവതന്മാരൊരു ചോദ്യം ചോദിക്കേണ്ടായിട്ടുണ്ട്, എന്ത് ഈ അക്ഷയ തൃതീയ, ഈ അക്ഷയ തൃതീയ ദിനത്തില് സ്വർണം വാങ്ങണത് നല്ലതാണ് എന്ന് പറഞ്ഞ പ്രസ്താവനയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഈ സ്വർണം എന്നുള്ള ആ വസ്തു കലിയുടെ ഇരിപ്പിടാണ്. ദ്യൂതം പാനം സ്ത്രീയസൂന എത്ര അധർമ്മ ചതുർവിധ പുനശ്ച യാജമാനായ സ്വർണത്തെയും കൂടി കൊടുത്തു. അങ്ങനെ 5 സ്ഥാനങ്ങളാണ് കലിക്ക് കൊടുത്തത്. അപ്പൊ ഈ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞാൽ കലിയെ പിടിച്ച് ഇരുത്തലല്ലേ? എന്താണ് ഇങ്ങനെ ഉള്ള ഒരു പരസ്യത്തിന് ഒരു അർത്ഥമുള്ളത്? അപ്പോ അവിടെ ഭഗവാൻ തന്നെ വിഭൂതി യോഗത്തില് എടുത്തു പറയേണ്ട ഹിരണ്യം
ആണ്. ഈ വസ്തുക്കളിൽ വെച്ച് ഹിരണ്യമായിട്ടുള്ളത് സ്വർണം എന്നുള്ളത് ഞാനാണ്. ലോകങ്ങളിൽ വെച്ച് ധാതുക്കളിൽ വെച്ച സ്വർണം ഞാൻ തന്നെയാണ് എന്ന് അവിടെ വിഭൂതി യോഗത്തിൽ അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ഈ ഈശ്വരൻ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. കുതിരകളിൽ വെച്ച ഉച്ചൈശ്രവസ് ഞാൻ തന്നെയാണ്, ആനകളിൽ വെച്ച ഐരാവതം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ വർണ്ണിക്കുമ്പോ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളിലും ഈ ഈശ്വരനാണ് ഉള്ളത് എന്ന ബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യദ്യത് വിഭൂതിമൽ സത്വം, വിഭൂതികളായിട്ട് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഈശ്വരന്റെ അംശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണ്. മറ്റെല്ലാം ഇത് മായയാണ്. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ. സത്താണെന്ന് പറയാൻ പറ്റില്ല, അസത്താണെന്ന് പറയാൻ പറ്റില്ല, സദസത്താണെന്ന് പറയാൻ പറ്റില്ല. എന്താ അതേപോലെ വലുതാണോ എന്ന് ചോദിച്ചാൽ വലുതാണ്, എന്നാ വലുതാണോ ചെറുതല്ലേ ചോദിച്ചാൽ ചെറുതാണ്. അങ്ങനെ ഈ വേർതിരിവുകൾ ഒന്നും തന്നെ ബാധിക്കാതെ കണ്ട് നിൽക്കുന്ന ആ പരമാത്മസ്വരൂപം സത്തും അസത്തും സദസത്തും മഹത്തും അണുവും എല്ലാം ഈ ഈശ്വരൻ തന്നെയാണ്. സ്ത്രീയായിട്ടും പുരുഷനായിട്ടും നപുംസകമായിട്ടും ഈ ലോകത്തില് ഭഗവാനല്ലാതെ കണ്ട വേറെ ആരുമില്ല, ആ പരമാത്മാവല്ലാതെ കണ്ട വേറെ ആരുമില്ല. സ്ഥാവരമായിട്ടും ജംഗമമായിട്ടും ഈ ലോകത്തില് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ട് നിലനിൽക്കുന്നത് ആ പരബ്രഹ്മം തന്നെയാണ് എന്ന് സമനുപാസിതമേകചിത്തൈഹി, ആ ഉപാസന ചെയ്ത് അടുത്തിരുന്നു കൊണ്ട് ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് ആരാണോ ആ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ ആനന്ദത്തില് മുഴുകുന്നത് അവരാണ് ധന്യന്മാര്. അവരല്ലാത്തവര് ഭവപാശബദ്ധാഹ, മറ്റവര് ഭവപാശം കൊണ്ട് സംസാരത്തിന്റെ ബന്ധങ്ങളിൽ പെട്ട് വലയുന്നവരാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോ ഇന്നതാണ് എന്ന് നിർവചിക്കാൻ പറ്റാത്തതായ ആ പരമാത്മ തത്വത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനും പറ്റാത്തതായ ആ പരമാത്മ തത്വത്തെ നമ്മുടെ മുമ്പില് അനുഭവൈക വേദ്യമായിട്ട് കാണിച്ചു തരികയാണ്. കാരണം അതൊന്നു മാത്രമാണ് സത്യം. ഇന്നലെ നമ്മൾ പറഞ്ഞുല്ലോ, ചട്ടിയായിട്ട് കലമായിട്ട് കുടമായിട്ട് ചരാതായിട്ട് എല്ലാം നിലനിൽക്കുന്നത് മണ്ണ് തന്നെയാണ്. അതിൻ്റെ അകത്തും പുറത്തും എല്ലാം മണ്ണ് തന്നെയാണ് ഉള്ളത്. മണ്ണല്ലാണ്ട് മറ്റൊന്നുമില്ല. അപ്പൊ ആ മണ്ണ് ഈ രൂപത്തിൽ പരിണമിക്കുന്നത് പോലെ പ്രപഞ്ചത്തില് ഈ ബ്രഹ്മം ഇങ്ങനെ വിവർത്തമായിട്ട് അനുഭവപ്പെടുന്നു. പരിണമിക്കല്ല, മണ്ണിന്റെ പരിണാമമാണ്, അജ്ഞാനത്തിന്റെ പരിണാമമാണ്, ബ്രഹ്മവിവർത്തമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഈ ശ്ലോകത്തില്. അപ്പോ സത്യം എന്നുള്ളത് വർണ്ണിക്കാൻ പറ്റാത്തതായ ഒന്നാണ്. ആത്മജ്ഞാന അനുഭവം എന്നുള്ളത്, ആത്മജ്ഞാനത്തിന്റെ അനുഭവം എന്നുള്ളത് അതൊരു ആശയമല്ല, അതൊരു പൂർണ്ണതയാണ്. ഇത് നമ്മുടെ മുമ്പിൽ ആ ഭേദബുദ്ധികൾ അവസാനിക്കുന്ന ആ അനുഭൂതിയുടെ തലങ്ങള് വർണ്ണിച്ചുകൊണ്ടാണ് ധന്യാ വിരേജു, അവര് ഇതാ വിരേജു രാജിക്കുന്നു, ശോഭിക്കുന്നു എന്നവിടെ എടുത്തു കാണിച്ചു തരണത്. അപ്പോ ആ ധന്യന്മാര് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ട് പരമാനന്ദത്തില് മുഴുകി ഈ ലോകത്തില് സഞ്ചരിക്കണം. അപ്പൊ 6ാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോ നമുക്ക് ഓരോരുത്തർക്കും ശങ്കരാചാര്യ സ്വാമികളുടെ അടുക്ക ചെല്ലാം. കുറെ പറഞ്ഞു, ഇത് കേമായിട്ടുള്ള വേദാന്ത തത്വമൊക്കെയാണ് പറഞ്ഞത്, ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല, ഒന്ന് ലളിതാക്കി പറഞ്ഞു തന്നാൽ നന്നായി. ആചാര്യ സ്വാമികൾ പറഞ്ഞു, ഈ ബ്രഹ്മത്തെ ഈശ്വരനെ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല, ഇന്നതാണ് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഈശ്വരനാണ്. അപ്പോ ആ ഈശ്വരനെ തിരിച്ചറിയുമ്പോ ഞാനും നീയും എന്നുള്ള ഭേദമുണ്ട് ഈ ലോകത്തില്, അതില്ലാണ്ടിയാവും. ആ ഭേദങ്ങൾ അവസാനിക്കുന്നിടത്താണ് ഈശ്വര ദർശനം, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ഭേദങ്ങൾ അവസാനിക്കുമ്പോ
രണ്ടില്ലാതെ കണ്ടാവുമ്പോ അവിടെയാണ് അദ്വൈത അനുഭൂതി ഉണ്ടാവുന്നത്. അല്ലാത്തവർക്ക് ഭവപാശം, ഈ സംസാര ബന്ധനം ഉണ്ടാവണു. അദ്വൈത അനുഭൂതിയുള്ളവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കണു എന്ന് പറയുകയാണ് വളരെ ചുരുക്കത്തില് ഞാൻ ചെയ്തത് ഈ 6ാമത്തെ ശ്ലോകത്തില് എന്ന് സങ്കല്പിക്കാം. അപ്പൊ 7ാമത്തെ ശ്ലോകം പറയുകയാണ്: അജ്ഞാന പങ്ക പരിഭഗ്നം അപേതസാരം ദുഃഖാലയം മരണജന്മ ജരാവസക്തം സംസാരബന്ധനം അനിത്യമപേക്ഷ്യ ധന്യാഹ ജ്ഞാനാസിനാ തദവശീദ്യ വിനിശ്ചയന്തി. അജ്ഞാനപങ്ക പരിമഗ്ന അപേതസാരം, അജ്ഞാനമാകുന്ന പങ്കം, ചെളി, ഈ ചെളിയില് മുങ്ങിക്കിടക്കുകയാണ്. പണ്ട് ഒരു ശ്ലോകം പറയുന്നുണ്ടല്ലേ: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോ ദന്തി ഇന്ദ്ര പറച്ചാൻ ദന്തി ഇന്ദ്രൻ പത്മിനിയും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കെ ഒരു ആന വന്ന് ആ താമരയെ വലിച്ച് പറിച്ച് താഴത്തട്ട് അടിച്ച് ചവിട്ടി അരച്ച് അതിൻ്റെ ഉള്ളിലായ വണ്ട് നശിച്ചൊരു രംഗം അവിടെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ ചെളിയിലേക്ക് ആണ്ടിരിക്കുന്നതായ താമര, ആ താമര ഇതാ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോ ആ ചെളിയിൽ നിന്ന് പതുക്കെ തൻ്റെ തല ഉയർത്തി 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 തൻ്റെ പ്രാണപ്രിയനാകുന്ന സൂര്യനെ കാണാൻ വിടർന്ന് നിൽക്കുന്നത് പോലെ അജ്ഞാനമാകുന്ന ആ ചെളിയില് മുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യ ജീവിതത്തില് ആ ആത്മജ്ഞാനം ഉദിച്ചു വരുമ്പോ ഇതാ അവിടെ പരിപൂർണമായ വികാസം ഉണ്ടാവുന്നു. മനസ്സിന്റെ പരിപൂർണമായ വികാസം ഉണ്ടാവുന്നു. നമ്മുടെ വികാസം എങ്ങടാ? ജനിക്കുന്നുണ്ട്, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു ക്ഷയിച്ച വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരണു, അത് മരണത്തില് അവസാനിക്കണു. ദുഃഖങ്ങള്, പിന്നെ സ്വർഗവും നരകവും എവിടെയാച്ചാ അവിടെ. അങ്ങനെ ജനനം, വാർദ്ധക്യം, മരണം, ദുഃഖം, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഈ അനിത്യമാകുന്ന, നശ്വരമാകുന്ന, നശിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് ഇതാ ഗുരുവായൂരപ്പ അവിടുത്തെയുടെ പാതാരബിന്ദത്തെ ആശ്രയിക്കലാണ് ഏറ്റവും വലിയ രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തന്മാര് ആശ്രയിക്കണത് പോലെ, അല്ല താൻ തന്നെയാണ് ഈശ്വരൻ, തന്നെ ഇതൊന്നും ബാധിക്കണില്ല എന്ന ഭാവത്തില് ഒരു ജ്ഞാനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് പോലെ അജ്ഞാനപങ്ക പരിമഗ്നം അപേതസാരം, ഇതൊക്കെ അസാരേ സംസാരേ, ഇതൊന്നും അത്ര സാരായിട്ടുള്ളതല്ല. ഇതെല്ലാം സാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കാത്തത്. അസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെല്ലാം നശിക്കുന്നതാണ്. നശിക്കാത്തത് ആ പരമാത്മാവ് മാത്രമാണ്. ഈ പരമാത്മാവിനെ മറക്കുമ്പോ ഈ ജീവിതത്തില് ദുഃഖം ഉണ്ടാവുന്നു. വെളിച്ചം ഉള്ളപ്പോ ഇരുട്ടിന്റെ ദുഃഖം ഉണ്ടാവില്ല. ഇതേപോലെ പരമാത്മാവ് ഉള്ളപ്പോ, പരമാത്മജ്ഞാനം ഉള്ളപ്പോ ദുഃഖം ഉണ്ടാവില്ല, ആനന്ദമാണ് ഉണ്ടാവുക. ആ കണ്ണടച്ച് ഇരുട്ടാക്കിയാലോ ദുഃഖങ്ങള്, വെളിച്ചമില്ലായ്മ വരുമ്പോ പേടികൾ ഉണ്ടാവുന്നു. ഇതേപോലെ പരമാത്മാവിനെ മറക്കുമ്പോ പല പല ദുഃഖങ്ങൾ ഉണ്ടാവണു. ദുഃഖാലയം മരണ ജന്മ ജരാവസക്തം, മരണം, ജനനം, ജരാനരകള് തുടങ്ങിയിട്ടുള്ളതായ ദശകളിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങളോടുകൂടിയ ഈ ജീവിതം അജ്ഞാനം കൊണ്ട് പങ്കിലമായിട്ടുള്ളതാണ്, അജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ അജ്ഞാനത്തെ നീ കളഞ്ഞാൽ മതി, ജ്ഞാനം ഹൃദയത്തില് ഉദിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് 7ാമത്തെ ശ്ലോകം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ എങ്ങനെ ഇത് നശിപ്പിക്കണം എന്നുള്ളത് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംസാരബന്ധനം അനിത്യമപേക്ഷ്യ ധന്യാഹ, ഇത് അനിത്യമായിട്ടുള്ളതാണ്. ഏത് ബന്ധനവും കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ കണ്ടായിട്ട് മാറും.
മേഘങ്ങള്, ആ മേഘങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്ന് നല്ലോണം മഴക്കാറാ. അപ്പൊ കാറ്റടിക്കുമ്പോ മഴക്കാറോടെ വരുമ്പോ മഴ പെയ്യും എന്നിങ്ങനെ മോഹിക്കും. കുറച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് വീശും, ഈ മഴക്കാറ് വേറെ എവിടേക്കോ പോവും, അവിടെ മഴ പെയ്യും. ഇവിടെ ഈ ഭാഗത്ത് ഇല്ലിരിക്കണ ഭാഗത്ത് ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതിന്റെ ചുറ്റുപാടൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ കാറ്റ് മേഘങ്ങളെ കൊണ്ടുവരുന്നു, ആ കാറ്റ് തന്നെ ആ മേഘങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നു. സംസാര ബന്ധനം അനിത്യം അപേക്ഷ്യ. ഇതേപോലെ ഈ പ്രപഞ്ചത്തില് എല്ലാം മോഹത്തിനനുസരിച്ച് ഒന്നല്ല സംഭവിക്കണത്. ഇന്നുണ്ടാവുന്നത് നാളെ ഉണ്ടാവണില്ല, ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. ഇതെല്ലാം അനിത്യമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചത്തില് ഇതങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ളതാണ് മറ്റതും എന്ന് മനസ്സിലാക്കുക. സ്ഥലീപുലീകന്യായേന, പാത്രത്തിലെ ഒരു പറ്റ് ഞെക്കി മറ്റ് പറ്റുകളും ഇതേപോലെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ അനുഭവങ്ങളാകുന്ന ഏതാനും പറ്റുകള് ഞെക്കി അതിന്റെ വേവ് മനസ്സിലാക്കി ഇതേപോലെയാണ് മറ്റുള്ളതും എന്ന് തിരിച്ചറിയണം. അപ്പോ ആ ഞെക്കല് ഇതിനെ എങ്ങനെ തിരിച്ചറിയണം? ഇതിനെ ഇല്ലാണ്ടിയാക്കാൻ, അജ്ഞാനത്തെ എങ്ങനെയാണ് ഇല്ലാണ്ടിയാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു വഴിയില്ല, ജ്ഞാനം നേടുക എന്നുള്ളതാണ്. ജ്ഞാനാസിമാദായ തരാതിപാരം എന്ന ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനമാകുന്ന അസി, ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ ബന്ധനത്തെ ഇല്ലാണ്ടിയാക്കുക എന്നുള്ളത്. ഭക്തന്മാര് പറയണു, ഈ വാളൊന്നും കയ്യിൽ എന്താ ഞങ്ങൾക്ക് പറ്റില്ല. ഗുരുവായൂരപ്പ അവിടുത്തെ പാതാരവിന്ദത്തില് പറ്റിച്ചേർന്ന് ഞങ്ങൾ നാമം ജപിക്കും, ആ നാമജപത്തിലൂടെ ഈ അജ്ഞാനത്തെ ഞങ്ങളെ ദൂരീകരിക്കും എന്ന് പറയുന്ന ഒരു രംഗം ഭക്തിയുടെ ഭാവനയിൽ അവിടെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നു, ജ്ഞാനാഗ്നവും ജ്ഞാനമാകുന്ന അഗ്നിയില് എന്താ ഭൂതം ഭാവിച്ച ദുഷ്കൃതം വ്രതഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വബപുരിത്യേഷാ മനീഷാ മമ. ഭാവി കാലത്തെയും ഭൂതകാലത്തെയും എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനമാകുന്ന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന എന്ന് ഗീതയിൽ പറയുന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നിയിലെ ദഹിപ്പിച്ച ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് എന്താ ഈ അജ്ഞാനത്തെ നശിപ്പിച്ച് ആരാണോ സഞ്ചരിക്കുന്നത് അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും ധന്യനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 7ാമത്തെ ശ്ലോകം അവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ശങ്കരാചാര്യ സ്വാമികളോട് ചോദിക്കാം, ഇങ്ങനെ കടുകട്ടിയായിട്ടുള്ള വേദാന്തം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, അപ്പോ അതിന്റെ ഒന്ന് സാരം പറഞ്ഞു തരുമോ? ആചാര്യസ്വാമികൾ ചിരിച്ചിട്ട് പറഞ്ഞു, 2 കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ബന്ധനം, ഒന്ന് മോചനം. അതൊക്കെ അറിയാം. ബന്ധനത്തിന് കാരണം എന്താ? അജ്ഞാനം. മോചനത്തിന് കാരണം എന്താ? ജ്ഞാനം. ഈ 2 മനസ്സിലാക്കി കഴിഞ്ഞാൽ മുക്തികളെ കുറിച്ച് മനസ്സിലാക്കിയാൽ അജ്ഞാനമാണ് ബന്ധനമെന്നും ജ്ഞാനമാണ് മുക്തിക്കുള്ള ഉപായവും എന്നും തിരിച്ചറിയുന്നവൻ ആരാണോ അവനാണ് ധന്യൻ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞത്. ശരി, ഇനി അപ്പൊ 8ാമത്തെ ശ്ലോകം നോക്കാം. ശാന്തൈഹി അനന്യമതിഭിർമധുരസ്വഭാവൈഹി ഏകത്വ നിശ്ചിതമനോഭി അപേതമോഹൈഹി സാകമ്പനേഷു വിദിതാത്മപദസ്വരൂപം തദ്വസ്തു സമ്യഗനിശം വിമൃശന്തി ധന്യാ. ശാന്തൈഹി അനന്യമതിഭി മധുരസ്വഭാവൈഹി ഏകത്വ നിശ്ചിതമനോഭി അപേതമോഹൈഹി. ഇതെല്ലാം ധന്യന്മാരുടെ വിശേഷനായിട്ടുള്ളതാണ്. ഭഗവാനെ തിരിച്ചറിഞ്ഞവർക്ക്, ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് എടുത്ത് പറയുന്നത്. ആർക്കാണോ ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞതായ മനസ്സ് ഉള്ളത് അവൻ ശാന്തനാണ്, അവൻ ധന്യനാണ്. ആരാണോ ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞവൻ അവൻ മധുര സ്വഭാവമുള്ളവനാണ്. ആരാണോ ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞവൻ അവൻ മോഹങ്ങളില്ലാത്തവനാണ്. ആരാണോ ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞവൻ അവൻ ഏകത്വബോധം ഉള്ളവനാണ്.
ഇങ്ങനെ ആ ആത്മസ്വരൂപത്തിന്റെ അനുഭൂതിയുടെ തലത്തില് ഭേദങ്ങളെല്ലാം അസ്തമിച്ചുകൊണ്ട് ഈശ്വരനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആരാണോ ഈ ലോകത്തില് സാകമ്പനേഷു വിദിതാത്മപദസ്വരൂപം ആത്മസ്വരൂപത്തെ അറിഞ്ഞവനായിട്ട് ലോകത്തില് ഈ വനത്തിൽ സഞ്ചരിക്കുന്നത് തദ് വസ്തു സമ്യക അനിശം വിമൃശന്തി ധന്യാഹ തന്റെ ഹൃദയമാകുന്ന ആ കാട്ടില് കണ്ട ഹൃദയമാകുന്ന ഗുഹയിലുള്ളതായ ആ ഈശ്വരനെ അന്വേഷിച്ച് നടക്കണു. തേടി തേടി നടന്നു കാലടി കഴക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈ കൂടാത്മാവ് വെടിഞ്ഞിടും വരെ ഹരേ നിന്നെ സ്മരിക്കാവൂ ഞാൻ. ഇങ്ങനെ ജീവിതത്തിലെ അനുപദം ഗുരുവായൂരപ്പനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഉള്ളതായ ഒരു യാത്രയായിട്ട് ആരാണോ സങ്കല്പിക്കുന്നത്, ആരാണോ ആ സങ്കല്പത്തിലൂടെ അനുഭവം ഉൾക്കൊള്ളുന്നത്, ആ അനുഭൂതിവാനാണ് ലോകത്തിൽ ധന്യനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഇതാ ഈ ധന്യാഷ്ടകത്തെ ഇവിടെ തിരിച്ച് വർണ്ണിക്കുന്നത്. അപ്പൊ ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞ മനസ്സ് ആർക്കാണ് ഉള്ളത്? സ ധന്യ, അവൻ ധന്യനാണ്. അപ്പൊ ആ ധന്യൻ സ്വാഭാവികമായിട്ടും ശാന്തിയുള്ളവനാണ്, കരുണാപൂർണനായിട്ടുള്ളതാണ്. അപ്പൊ ആ ധന്യതയുടെ പൂർണ്ണത ഈ 8 ശ്ലോകങ്ങളിലൂടെ ആചാര്യസ്വാമികള് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. 8 എന്നുള്ളത് പ്രകൃതിയുടെ ഒരു സംഖ്യയായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഭാഗവതം പറയുമ്പോ ജ എന്ന അക്ഷരത്തിൽ തുടങ്ങി ജ എന്ന അക്ഷരത്തിൽ അവസാനിക്കണം. ജ എന്ന അക്ഷരത്തിന്റെ അക്കം 8 അപ്പൊ 8 തുടങ്ങി 8 അവസാനിക്കണം. പ്രകൃതിയിലൂടെ പുരുഷനിലേക്ക് എന്നുള്ളതായ ആ തത്വമാണ് അവിടെ വർണ്ണിക്കണത് എന്നൊക്കെ ആചാര്യന്മാര് വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ ആ പ്രകൃതിയിലൂടെ പരംപുരുഷനെ നേടിയെടുക്കാൻ പ്രകൃതി ആകുന്ന 8 എന്നുള്ളതായ അക്കത്തെ, പ്രകൃതിയുടെ സംഖ്യയായ 8നെ 8 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ച ആ പ്രകൃതിയിലൂടെ പുരുഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച പരമകാരുണികനായ അദ്വൈത വേദാന്തത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആത്മാനുഭൂതിയുടെ രസം ലോകത്തില് പകർന്നുകൊണ്ട് സഞ്ചരിച്ചതായ ആ ആചാര്യസ്വാമികളുടെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഈ എന്താ പറയാ വിവേക ചൂടാമണിയില് ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആരാണ് ധന്യൻ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തെ ബ്രഹ്മാകാരതയാ സദാസ്ഥിതതയാ നിർമുക്ത ബാഹ്യാർത്ഥധീ അത്യാവേദിത ഭോഗ്യഭോഗകലനോ നിദ്രാലുവദ്ബാലവൽ സ്വപ്നാലോകിത ലോകവൽ ജഗതിദം പശ്യൻ ക്വചില്ലബ്ധധീരാസ്തേ കശ്ചിദ് അനന്ത പുണ്യഫലഭുക് ധന്യ സമാന്യോ ഭുവി. അവനാണ് മാനനീയനായിട്ടുള്ളവൻ, അവനാണ് ധന്യൻ. ആര്? കശ്ചിദ് അനന്ത പുണ്യഫലഭുക്ക, ആർക്കാണോ അനന്ത പുണ്യവാനായിട്ടുള്ള ആ ഈശ്വരനെ ഭോഗം ചെയ്യാൻ അനുഭവിക്കാൻ സാധിച്ചത് അവനാണ് ധന്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികള് വിവേക ചൂടാമണിയില് ഈ ധന്യതയെ കുറിച്ച് അവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാൻ ആചാര്യസ്വാമികൾ പറഞ്ഞ ആ ഒരു ശ്ലോകം കൂടി നമ്മള് വീണ്ടും വണ്ണം ഒന്ന് അനുസന്ധാനം ചെയ്യണത് നല്ലതാണ്. വിവേക ചൂടാമണിയിലെ 2ാമത്തെ ശ്ലോകം പറയണ്ട. ജന്തൂനാം നരജന്മ ദുർലഭം അത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വം അസ്മാത് പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്നോ ശതകോടി ജന്മസുകൃതൈർ പുണ്യൈർ വിനാ ലഭ്യതേ. ഇതൊന്നും കൂടാതെ കണ്ട് കിട്ടില്ല. ആ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ടാണ്. അതെങ്ങനെ വേണം? ജന്തൂനാം നരജന്മ ദുർലഭം, ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യ ജന്മം നമുക്ക് കിട്ടി.
മനുഷ്യജന്മം കിട്ടുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും ദുർലഭമായിട്ടുള്ളത്. അതില് പുരുഷനായിട്ടിരിക്കുക. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഈശ്വര ഭാവത്തോടു കൂടി ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പുരിയിൽ ശയനം ചെയ്യുന്നവൻ പുരുഷൻ. അതില് ബ്രാഹ്മണ്യം ഉണ്ടാവുക, അതായത് സാത്വിക ഗുണങ്ങളോടുകൂടി നിൽക്കുക. അതില് വൈദിക ധർമ്മ അനുഷ്ഠാനത്തില് താല്പര്യം ഉണ്ടാവുക. അതിന്റെ അർത്ഥത്തെ വീണ്ടും വണ്ണം മനസ്സിലാക്കാൻ സാധിക്കുക. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയാൻ സാധിക്കുക. സത്യവും മിഥ്യയും എന്താണ് എന്നുള്ള ഭേദബുദ്ധി ഉണ്ടാവുക. ആ ജീവബ്രഹ്മ ഐക്യത്തെ തിരിച്ചറിയാൻ സാധിക്കുക. അങ്ങനെ പദവിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് ആചാര്യൻ ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ പടികളായിട്ട് കടന്ന് പടി 6 കടന്ന് പടി 7 എത്തിച്ചേരുമ്പോ അവിടെ ആ ഈശ്വരനെ കാണുന്നത് പോലെ ആ ധന്യതയുടെ പടികൾ ഓരോന്നായിട്ട് കയറാനുള്ള വഴികള് ആചാര്യസ്വാമികളെ നമുക്കിതാ ഒരുക്കി തന്നു. ഇവിടെ പറഞ്ഞു താന്ത്രിക വൈദിക പഠന കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് തനു വിസ്താരേ. യാതൊന്നാണോ വിസ്തരിക്കേണ്ടതായിട്ടുള്ളത്, വിസ്തൃതമായിട്ടുള്ളത് ആ ഈശ്വരനെ തന്നെയാണ് താന്ത്രികമായിട്ട് പറയണത്. വേദത്തിൽ പറയുന്നതും ഈ ഈശ്വരനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ താന്ത്രികമായിട്ടും വൈദികമായിട്ടും പറഞ്ഞ ആ ആശയത്തെയാണ് പഠന പാഠന പ്രക്രിയയിലൂടെ നമ്മുടെ മുമ്പില് വരച്ചു കാട്ടാൻ അതിനൊരു ഉപാധിയായിട്ടുള്ള തീർന്നത് ഈ ധന്യാഷ്ടകം എന്നുള്ളതാണ്. അതിന് ഉള്ളവന് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകള് ഉപസംഹരിക്കുകയാണ്. ഇന്നലത്തെ പോലെ സംശയം ചോദിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സംശയം ചോദിച്ചാലേ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങള് അത് ഇല്ലാണ്ട് ആയാലേ നമുക്ക് ആ നിശ്ചയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ നിശ്ചയം, ആത്മനിശ്ചയം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ആത്മനിശ്ചയവാനായി ധന്യനായി ഈ ലോകത്തില് സുഖിയായി സഞ്ചരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കണം. നന്ദി, നമസ്കാരം. എന്തായാലും ഈ കഴിഞ്ഞ 2 ദിവസമായി ശങ്കരദർശനം വെബിനാറിൽ ശങ്കരാചാര്യ സ്വാമികളുടെ ധന്യാഷ്ടകം എന്ന വിഷയത്തെ പറ്റി, അദ്ദേഹത്തിന്റെ കൃതിയെ പറ്റി വളരെ ഗഹനമായി നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ബ്രഹ്മശ്രീ ഭവാദാസൻ നമ്പൂതിരി അവർകളെ അതിന് തോന്നിപ്പിച്ച ഈശ്വരനോടും അതുപോലെ ആ കർത്തവ്യം വളരെ ഭംഗിയായി നിർവഹിച്ച ഭവാദാസൻ നമ്പൂതിരിയോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും സംശയമുള്ള 1-2 പേർക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം ഇന്ന് ഈ 2 ദിവസം ഇത് കേട്ട നമ്മളിൽ നല്ലൊരു ശതമാനം പേർക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് നമ്മുടെ ധന്യത, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ധന്യതയിലേക്ക് കൂടുതൽ ധന്യത ആർജിച്ചെടുക്കാം എന്ന് നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ ഒരവസരം നൽകി എന്ന് തന്നെ ഏറ്റവും വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ഈ സംശയം ചോദിക്കാനുള്ളവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1-2 പേർക്ക് ചോദിക്കാം. അതിനുശേഷം പ്രിയ സുഹൃത്ത് മനോജ് കുമാർ, പൂജാഭരണം ബാച്ച് 4 വിദ്യാർത്ഥി ഇവിടെ ഔദ്യോഗികമായ നന്ദി പ്രകടനത്തോടുകൂടി ഇന്നത്തെ വെബിനാർ അവസാനിക്കുന്നതായിരിക്കും. ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ. നമസ്കാരം. നമസ്കാരം. ആചാര്യ, ഒരു കാര്യം ചോദിച്ചു. 8 സംഖ്യയെ കുറിച്ച് പറഞ്ഞില്ലേ? 8 പ്രകൃതിയുടെ സംഖ്യ 8 പറഞ്ഞില്ലേ? കാര്യം കേൾക്കുന്നില്ല. അതില് ജായ് എന്ന അക്ഷരത്തിൽ തുടങ്ങി ജാത എന്താന്നൊന്ന് പറയാമോ? അത് പറഞ്ഞത് ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. അതെ. അത് കഴിഞ്ഞിട്ട് അവത്യജ എന്ന് പറഞ്ഞുകൊണ്ടാണ് 12ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പൊ തുടക്കവും ഒടുക്കവും ഉള്ളത് തന്നെയാണ് മധ്യത്തിലുള്ളത്. അപ്പോ ആ ജകാരത്തിന്റെ വർണ്ണനയാണ് പ്രകൃതി. എന്ന് പറഞ്ഞാൽ 8 പ്രകൃതിയുടെ വർണ്ണനയാണ് ഈ 12 സ്കന്ധങ്ങളിലൂടെ നടത്തുന്നത് എന്ന് പറഞ്ഞ പണ്ട് ആചാര്യന്മാര് അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്.
അഷ്ടവും പ്രകൃതിരഷ്ടധ എന്ന് ഗീതയിൽ പറയണ്ടല്ലോ. അപ്പൊ ആ പ്രകൃതിയെ വർണ്ണിക്കലാണ്. സൃഷ്ടി, സ്ഥിതി, ലയങ്ങള, ഇതാണ് പ്രകൃതിയുടെ സ്വരൂപം. അപ്പൊ ഈ സൃഷ്ടിയിലൂടെ, സ്ഥിതിയിലൂടെ, ലയത്തിലൂടെ ഉള്ള ആ പ്രകൃതി എന്താണെന്ന് വരച്ചു കാണിക്കലാണ് ഭാഗവതത്തിൽ ഉടനീളം ചെയ്യണത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ജായിൽ തുടങ്ങി ജായിൽ അവസാനിക്കുന്ന ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. താങ്ക് യു. നമസ്കാരം. ഇനി ആർക്കും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമസ്കാരം. ചോദിച്ചോളൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ആരോ ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു. അവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സമയം അധികം കളയേണ്ടതില്ല. ഈ ജാൻ പറഞ്ഞ 8 ആവാൻ കാരണം ഈ കടമയാതി സിസ്റ്റം പ്രകാരമല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതെ. ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് 8 എങ്ങനെയാ വന്നതെന്നുള്ളത്. ഇതിപ്പോ നമ്മളിപ്പോ ഇതൊക്കെ നോക്കാം. എന്താ വെച്ചാൽ 8 ബിറ്റ്, ഒരു ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ എല്ലാം 8 ആയിട്ടാണ്. ഈ എന്ന് വെച്ചാൽ റീലുകൾ കാണിക്കുമ്പോൾ ഒന്നെങ്കിൽ 4ന്റെയും 8ന്റെയും ഇതായിട്ട് കാണിച്ചു തരുള്ളൂ. എന്താ പെരുക്കായിട്ടാണ് അവിടെ പറയണത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ 4, 8 ഈ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ലോകത്തില് എന്ന് കാണാൻ സാധിക്കണം. അങ്ങനെ 8നെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇവിടെ ധാരാളം വന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടി വായിക്കേണ്ട ഒരു രസമാണ്. അഷ്ടമംഗല്യം എന്നൊക്കെ പറഞ്ഞതുപോലെ അഷ്ടഗജങ്ങള് എല്ലാം 8മായി ബന്ധപ്പെട്ടിട്ട് കുറെ സാധനങ്ങളുണ്ട്. അതും ഇപ്പൊ ഈ അഷ്ടൈശ്വര്യങ്ങള്. അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം കൂട്ടി വായിക്കാം. ഇപ്പൊ 8നെ പഠിപ്പിക്കുമ്പോ പ്രകൃതി, ഇപ്പൊ പൂജയ്ക്കാണെങ്കിലും ഈ സാധനങ്ങള് എങ്ങനെ സർവ അക്ഷരേഭ്യോ നമ, സർവാംഗേഭ്യോ നമ എന്നൊക്കെ പറയുമ്പോ എന്താണ് ഈ അക്ഷരങ്ങള്? അകാരോ, അകാരം എന്താണ്, ഉകാരം എന്താണ്, മകാരം എന്താണ്, ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നാദം, ആ നാദത്തിൽ എങ്ങനെ ലയിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഓങ്കാരത്തിന് അവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ആ നാദലയം കിട്ടാൻ പാകത്തിന് എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ ഉപനിഷത്തുകളിൽ ചർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ തനു വിസ്താരെ, അതാണ് താന്ത്രിക വൈദിക പഠന കേന്ദ്രം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ആ ഒരു പാരമ്പര്യം നമുക്ക് ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ആരും പ്രത്യേകിച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പ്രിയ സുഹൃത്ത് മനോജ് കുമാർ അവർകളെ ഔദ്യോഗികമായി നന്ദി പ്രഭാഷണത്തിലായി നമ്മുടെ ഓൺലൈൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി ധന്യാഷ്ടമി, ആദി ശങ്കരാചാര്യരുടെ ധന്യാഷ്ടമത്തെ കുറിച്ച് വളരെ ലളിതമായി മനസ്സിലാക്കി തന്ന വെൺമണി ഭവദാസേട്ടനോടും കൂടാതെ ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും TVSRCയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത്. അതിൽ വളരെ പ്രത്യേകമായിട്ട് എങ്ങനെയാണ് ധന്യനാവുക എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ചും അതുകൂടാതെ വളരെ ലഘുവായിട്ടുള്ള ഉദാഹരണ സഹിതം അദ്ദേഹം പറഞ്ഞു തന്നു. ഇത് കേൾക്കാൻ കഴിഞ്ഞ നമ്മളും വളരെ ധന്യരാണ്. ഇതിനുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനിയും വേദികളിൽ അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. കൂടാതെ ഇന്ന് പ്രാർത്ഥന കിട്ടിയ കുമാരി ഈശ്വരിക്കും സ്വാഗതം ആശംസിച്ച സതീഷ് ചന്ദ്രൻ എന്ന ഞങ്ങളുടെ സഹപാഠിക്കും, കൂടാതെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ശ്രീ പ്രസാദ് ചുവല്ലൂർ അവർക്കും ബാക്കി എല്ലാ ജനങ്ങൾക്കും TVSRCയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നാളെ ഇതേ വേദിയിൽ 8 മണിക്ക് ശങ്കരന്റെ വൈഷ്ണവ ഭക്തിയെ കുറിച്ച് ഭാരതി ടീച്ചറുടെ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരെയും അതിലേക്കായി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കേട്ടോ, ഇതിന്റെ ഉള്ളിൽ ആർക്കെങ്കിലും സംശയം
അനുവാദത്തിൽ സംശയം വെച്ചത്, ചർച്ച ചെയ്ത് വെച്ചത്. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ. ഭാഗം ഒന്നുകൂടെ പറഞ്ഞോളൂ കേട്ടോ. അല്ലെ, ഇത് കേട്ടില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതില് ചോദിച്ചാൽ സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഇങ്ങനെ ഈ ശങ്കരന്റെ അടുക്കൽ ഇത് മനസ്സിലാവണില്ല എന്ന് പറയണത് പോലെ ആചാര്യസ്വാമികളുടെ അടുക്കൽ ചെന്ന് ഇത് ചുരുക്കി പറയാൻ അങ്ങനെ ആ ഒരു ശൈലിയിൽ എടുക്കുമ്പോൾ നമുക്ക് കുറേം കൂടി ലളിതമായിട്ട് തോന്നുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും ഗൗരവമായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാണ്ട വന്നോ, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇപ്പോ എന്തായാലും ആചാര്യ പറഞ്ഞതിലേ 8 എണ്ണം എന്നുള്ളത് കൃത്യമായിട്ട് എങ്ങനെ ഓരോന്നും പ്രത്യേകം മാർക്ക് ചെയ്ത് പറയാൻ പറ്റും? അങ്ങനെ പറ്റുമോ 8 എന്നുള്ള സംഖ്യയിലെ? ഇതിന്റെ ഉള്ളില് ആരാണ് ധന്യൻ എന്നുള്ളതില് ഈശ്വര ഭക്തി ഉള്ളവൻ, ഗുരുസേവന താല്പര്യമുള്ളവൻ, പരോപകാര ബുദ്ധിയുള്ളവൻ, അഹങ്കാരമുള്ളവൻ, ജ്ഞാനിയായിട്ടുള്ളവൻ, വിനയാദി ഗുണങ്ങളോട് കൂടിയവൻ, ഇന്ദ്രിയ നിഗ്രഹമുള്ളവൻ എന്നിങ്ങനെ 8 വിഷയങ്ങളാണ് ആത്മതത്വം നേടിയ ഒരാളുടെ ഗുണങ്ങളായിട്ട് ഞാനൊന്ന് എഴുതി വെച്ചത്. ഈ 8 കാര്യങ്ങളാണ് 8 ശ്ലോകങ്ങളിലൂടെ വന്നിരിക്കുന്നതാണ്. മനസ്സിലായി. താങ്ക് യു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്തതിനെ കൊണ്ടുപോകാൻ പറ്റും. അതെ. അങ്ങനെ ആകുമ്പോ വ്യക്തത കൂടുതൽ വരുന്നു. മറ്റു അഷ്ടൈശ്വര്യത്തികളെ കുറിച്ച് പറയുമ്പോൾ അത് പൊതുവായിട്ട് പറയുകയാണല്ലോ. ഇതിലിപ്പോ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഇപ്പൊ അങ്ങ് പറഞ്ഞത് ഇപ്പൊ കറക്റ്റായി. അപ്പൊ അങ്ങനല്ലാണ്ട് ആദ്യം എഴുതി വെച്ചു ധന്യതയുടെ വഴി എന്താണ്, അതിന് ആത്മീയമായ സാധനകൾ എന്താണ്, അതിന്റെ അടിസ്ഥാന ശില അത് 2ാമത്തെ ശ്ലോകത്തില്, സാധനാനുഷ്ഠാനത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് 3ാമത്തെ ശ്ലോകത്തില്, കർമ്മം എങ്ങനെ സമർപ്പണമായിട്ട് ചെയ്യാം എന്നുള്ളത് 4ാമത്തെ ശ്ലോകത്തില്, ഈ ലളിതമായിട്ടുള്ള ജീവിതത്തില് ചിന്തകൾ എങ്ങനെ വലുതാക്കി കൊണ്ടുവരണം, ആ ചിന്തകളുടെ പ്രാധാന്യം എന്താണ്, ഇത് 5ാമത്തെ ശ്ലോകത്തില്, 6ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മ അനുസന്ധാനം, 7ാമത്തേല് അജ്ഞാനം ബന്ധനം എന്നുള്ളത്, 8ാമത്തത് സത്സംഗം കൊണ്ടുണ്ടാവുന്ന മുക്തി. ഇങ്ങനെ 8 രംഗങ്ങളാണ് ഈ ശ്ലോകം വായിച്ചപ്പോ ആദ്യം എഴുതി വെച്ചത്. പിന്നെ ഈ ഒരു ഗുണങ്ങളായിട്ട് എടുത്തപ്പോഴാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര ഭക്തിയോട് കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞത്. എന്തായാലും ഈ രസത്തിൽ ഇങ്ങനെയായിട്ട് പഠിക്കാനും സാധിച്ചു. എന്തായാലും നന്നായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതില്. സന്തോഷം. വളരെ ശ്രേഷ്ഠമായി. വളരെ നന്നായി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ശുഭരാത്രി. എല്ലാവരും നാളെ ഇതേ വേദിയിൽ ഇതേ സമയത്ത് 8 മണിക്ക് തന്നെ എത്തിച്ചേരുമല്ലോ. നമസ്തേ. ശുഭരാത്രി. നമസ്കാരം. ശുഭരാത്രി.